ഹാപ്പി വിഷു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു എന്റെ കുടുംബത്തിന്റെയും നമ്മുടെ ചാനലിന്റെ വക. ഷിയാസ് കരീം വളരെ തമാശ എന്ന രീതിയിൽ സംഘികൾക്ക് ഇട്ടൊരു കൊട്ട് എന്ന രീതിയിൽ അനുമോളോട് ബീഫ് കഴിക്കും മോളെ വേണ്ടേ എന്ന് പറഞ്ഞ് നിർബന്ധിപ്പിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിനുശേഷം അത് വലിയ രീതിയിൽ ചർച്ച, ജിഹാദിയായി അയാള്, ചുടാപ്പിയായി അയാള്. ആദ്യം വീഡിയോ കാണിച്ചു തരാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഡയറ്റ് ആണോ അതോ ബിജെപി ആണോ? ഓക്കെ, അനുമോള് ബീഫാണോ വേണ്ട വേണ്ട എന്ന് പറയലും കൂടി കേട്ടപ്പോ ആളുകൾ അനുമോള് ബീഫ് കഴിക്കാത്ത ഒരാളാണ്, അനുമോളെ മനഃപൂർവ്വം നിർബന്ധിപ്പിച്ച് ഷിയാസ് കരീം എന്ന രീതിയിലൊക്കെ ആളുകൾ വളച്ചൊടിച്ചു. സംഘി ഗ്രൂപ്പുകൾ ചർച്ചയാണ്, ഷിയാസ് കരീം അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഷിയാസ് കരീമിന് ചിലപ്പോൾ വധഭീഷണി പോലും വന്നിട്ടുണ്ടാവും ഇതിനോടകം തന്നെ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തു. പക്ഷെ അതിന് തൊട്ട് മുന്നേ അനുമോളുടെ തന്നെ ഒരു വീഡിയോ പുറത്തേക്ക് വന്നുള്ളതാണ്. അപ്പൊ അനുമോള് BJP ആണോ അല്ല, കമ്മ്യൂണിസ്റ്റുകാരിയാണോ അല്ല, കോൺഗ്രസ്സുകാരിയാണോ അല്ല, അത് കൃത്യമായിട്ട് അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ സെലിബ്രിറ്റീസിന് പല ആളുകൾക്കും തന്റെ രാഷ്ട്രീയം പറയുമ്പോൾ ഭയങ്കര ഭയമായിരിക്കും. അത് എന്തുകൊണ്ടാ വെച്ചാൽ മറ്റുള്ള പല രാഷ്ട്രീയക്കാർക്കും ചിലപ്പോൾ നമ്മളോടുള്ള സ്നേഹം പോകുന്നുള്ള കാര്യം കൊണ്ടാണ്. അപ്പൊ അഖിൽമാരാറിനോട് ഇഷ്ടമുള്ള ആളുകളുടെ എണ്ണം വളരെ കുറഞ്ഞില്ലേ? അയാൾ BJP ആയതുകൊണ്ട് മാത്രമാണ് അത് പറഞ്ഞെന്നുള്ളതാണ്, സംഘിച്ചാണകം ചവിട്ടിയത് കൊണ്ട് മാത്രം. അയാൾ തന്നെ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട് BJP ഒരു വർഗീയ രാഷ്ട്രീയ സംഘടനയാണെന്നുള്ളത്. എന്നിട്ട് അതിലേക്ക് തന്നെ കൂപ്പ് കുത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ആളോട് താല്പര്യം ഉണ്ടാവില്ല. അയാളൊക്കെ സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളാണ്, സെൽഫ് PR വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അയാളെ വിശ്വസിക്കുന്നത് വലിയ അബദ്ധമായിരിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. വയനാട് 3 വീട് കൊടുക്കുന്നു പറഞ്ഞിട്ട് അതിനെ വേറെ രീതിയിൽ വളച്ചൊടിച്ചു, ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയാണ് പറഞ്ഞത് പറയുന്ന ആളാണ്. അപ്പ കാണുന്നവൻ അത് വിളിക്കുന്ന സ്വഭാവമാണ് ഈ അഖിൽമാരാറിനൊക്കെ. ഇപ്പൊ അനുമോള് ബീഫാണോ അയ്യോ എന്ന് എനിക്ക് വേണ്ടട്ടോ എന്ന് പറയുമ്പോ ഷിയാസ് കരീം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്, ഷിയാസ് കരീം അങ്ങനെയാണെന്ന്, പന്നീനെ തിന്നുകൂടെ, എന്താ തിന്നാത്തത്, അങ്ങനെ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഷിയാസ് കരീമിന്റെ മറുപടിക്ക് മുമ്പ് ഞാൻ മറ്റൊരു വീഡിയോ കാണിച്ചു, നിങ്ങളത് മുഴുവൻ ഇരുന്ന് കാണണം കേട്ടോ. അങ്ങനെ നമ്മളുടെ അനുക്കുട്ടി ചേച്ചി ഉണ്ടാക്കിയ കപ്പ, പാൽ കപ്പ, ബീഫ് കറിയുമുണ്ട്, നമുക്ക് ഫ്രൈ ഉണ്ട് കേട്ടോ. നമുക്ക് ഫ്രൈ തരാൻ ഇത്തിരി പാട്. ഫ്രൈ കൊറേ ഇവരെടുത്തോണ്ട് പോയി, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ സാലഡ് എടുത്തോട്ടാ. അടുത്ത നെക്സ്റ്റ് അതിലെ പ്ലേറ്റ് എടുക്കും. തരുവോ അനുക്കുട്ടി ചേച്ചി? ഇങ്ങോട്ട് വരുന്നില്ല. എനിക്ക് കുറച്ചിരുന്ന ഇത് സ്പൂൺ നോക്കടി, ഇതിന്റെ എനിക്ക് ഫ്രൈ ആണ് കൂടുതൽ. അനുക്കുട്ടി ചേച്ചിയുടെ സ്നേഹം ഉണ്ടല്ലോ. എന്ത് അനുക്കുട്ടി അല്ല, അനുക്കുട്ടി ചേച്ചി കുറച്ച് ടൈം പിന്നെടാ എവിടെ ഫ്രൈ നേരത്തെ എടുത്തതുകൊണ്ട് ഞാൻ കുറച്ച് തരും. എന്താണ് പാടെ നടന്നേ? ആ പാവ അനുമോള് ബീഫ് തിന്നാത്ത ഒരാളാ. അതുകൊണ്ട് അനുമോള് ഇത് ആർക്ക് വേണ്ടി ഉണ്ടാക്കിയെന്ന് അറിയില്ല കേട്ടോ. അനുമോളുടെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇത് അനുമോള് തന്നെ സ്വന്തം അക്കൗണ്ടിൽ ഇട്ട ഒരു വീഡിയോ ആണ്, അവരുടെ സ്റ്റോറി ആയിട്ടിട്ട വീഡിയോ ആണ്. അതിപ്പോ അവിടെ കിടക്കുന്നുണ്ടോന്ന് അറിയില്ല, നോക്കി നോക്കാം. ഇല്ല, ആ വീഡിയോ ഇപ്പൊ ഇല്ല, അത് കഴിഞ്ഞു, അതിന്റെ ടൈം കഴിഞ്ഞതുകൊണ്ട് പോയതാവാം. എന്തോ ആവട്ടെ, അനുമോള് ബീഫ് കഴിക്കുന്ന ആളാണ്. അനുമോൾ അത് ഉണ്ടാക്കിയിട്ട് കൂട്ടുകാരികൾക്കും കൊടുക്കുന്നുണ്ട്. കഴിക്കുന്നില്ലെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കൂട്ടിക്കോളൂ. സംഘികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തിനാണ് എഴുതാപ്പുറം വായിക്കുന്നത്? ആ വീഡിയോയിൽ അയാൾ കൃത്യമായിട്ട് അയാളുടെ ഒരു തമാശ എന്ന രീതിയിൽ സംഘികളെ ഒന്ന് ട്രോളി. ആ ട്രോൾ അങ്ങ് ശരിക്ക് കൊണ്ടു. ഏതൊരു സുജിത്ത് ജോൺ വർഗീസ് അങ്ങനെ ഒരു കൃസംഗി ഉണ്ട്, അവരൊക്കെ ഭയങ്കരമായിട്ട് സുഡാപ്പി എന്ന രീതിയിലൊക്കെ ഷിയാസ് കരീമിനെ ഇങ്ങനെ തേച്ചൊട്ടിക്കാൻ ശ്രമിക്കുന്നത് കാണുന്നുണ്ട്. അവൻ നിരന്തരമായിട്ട് ഇവിടെ ക്രൈസ്തവർക്ക് നേരെയുള്ള ഒരുപാട് അതിക്രമങ്ങൾ പോലും അവൻ കാണുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. BJP എന്ത് ചെയ്താലും അത് മാത്രം അടിപൊളി എന്ന രീതിയിൽ ഇപ്പൊ പുതിയ ബില്ലിനെ പോലെ ചിലപ്പോൾ അവൻ അനുകൂലിച്ചിട്ടുണ്ടാകാം. അങ്ങനെ കുറെ ഉണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഏതോ എന്താണ് ഫസൽ കാരാട്ട്, മുസ്ലിങ്ങൾക്ക് നേരെ BJP-ക്കാരെ എന്ത് അതിക്രമം അഴിച്ചു വിട്ടാലും അവനൊരു കുഴപ്പമില്ല. അവന് വേണ്ട സംഘികളുടെ ആ ഒരു റീച്ച് ആണെന്നുള്ളതാ. എനിക്ക് വേണ്ടത് അവരുടെ റീച്ച് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. മനുഷ്യന്മാരുടെ റീച്ച് മാത്രം മതി. അതിൽ ചിലപ്പോൾ BJP-ക്കാരുണ്ടാവില്ല കേട്ടോ, അത് കാര്യമേ കണ്ട. ഇനി ഷിയാസ് കരീം പറഞ്ഞ മറുപടി ഒന്ന് കേൾക്കാം. ഒരൊറ്റ കാര്യം പറയാനുള്ളത്, ബീഫില്ലേ, ബീഫ് എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയാരെന്നറിയാം, ഇവിടെയുള്ള BJP-ക്കാരാണ്. അനുമോളോട് ഞാൻ ബീഫ് കഴിക്കാൻ പറഞ്ഞു, അപ്പൊ അനുമോളോട് നിൽക്കേണ്ടായിട്ടാണ്. അപ്പൊ ഞാൻ മനഃപൂർവ്വം ചോദിച്ചത്, എന്ത് നീ BJP-യിൽ ജോയിൻ ചെയ്തോ, അതാണ് ബീഫ് കഴിക്കാത്ത. ഈ ഒരു ടോക്ക് ഉണ്ടാവാൻ കാരണം ഇവിടെയുള്ള BJP-ക്കാരാണ്. ഞങ്ങളുടെ കൂട്ടുകാരന്മാരുടെ ഇടയിൽ, എന്റെ പെരുമ്പാവൂർ എന്റെ കൂട്ടുകാരന്മാരുടെ ഇടയിൽ ചോദിക്കുന്ന ഒരു ടോക്കാണത്. അത് ചോദിക്കാറില്ലെന്ന് ഒന്ന് മനസ്സിൽ നിന്ന് ഒന്ന് ചോദിച്ചു നോക്ക്, ചോദിക്കാറുണ്ടാവും. അത് ഫണ്ണാണ്.
പിന്നെ അത് മീഡിയക്കാരിട്ടേല് എനിക്ക് വിഷയമല്ല. പിന്നെ പന്നിയിറച്ചി, പന്നിയിറച്ചി ഇല്ല വേവിക്കണം നന്നായിട്ട്, അതിൽ വിര ഉണ്ടാവും, വിര അത് വെന്താ മാത്രമേ വിര കൂടും. നല്ല കപ്പയിട്ടിട്ട് പന്നി ഒലത്തി കഴിച്ചല്ല അടിപൊളിയാകും. നമ്മൾ പഠിച്ച കിതാബിൽ അത് കഴിക്കാൻ പാടില്ലാന്ന് ഖുറാനിൽ ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനത് കഴിച്ചാനേ, എന്നെ പിടിച്ച് കഴിക്കാത്ത എല്ലാ സാധനവും ഞാൻ തിന്ന ആളാ. ഈ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തിട്ടാണ് കുറെ സംഖ്യകൾ, ഞാൻ പറഞ്ഞ സുജിത് ജോൺ വർഗീസ് എന്ന് പറയുന്ന ആ ചങ്ങാതിയൊക്കെ വീഡിയോ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ പന്നിയെ കഴിക്കാത്തത്? അതേപോലെ തന്നെയാണ് ഹിന്ദുക്കൾക്ക് അങ്ങനെ എവിടെയാണ് പറഞ്ഞത് എനിക്കറിയില്ല. ബീഫ് കഴിക്കാം, ബീഫ് ഈ ഇന്ദ്രനൊക്കെ എത്ര 10 പശുവിനൊക്കെ തിന്നിരുന്നു എന്നുള്ള കൃത്യമായിട്ട് അവിടെ എഴുതപ്പെട്ടിട്ടുണ്ട്. പിന്നെ ശ്രീരാമനും ലക്ഷ്മണനൊക്കെ പിന്നെ കാട്ടിൽ പോയിട്ട് എന്തിനാണ് മൃഗങ്ങളെ വേട്ടയാടിയിട്ടുള്ളത്? പല മൃഗങ്ങളെ വേട്ടയാടിയിട്ടുണ്ടാകാം. അപ്പൊ ഇതൊക്കെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഐതിഹ്യമായി കാണാനും വിശ്വാസമായി കാണാനും ആചാരമായി കാണാനും ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാം. നോർത്ത് ഇന്ത്യയിൽ അവർ കഴിക്കുന്നില്ല എന്ന് കരുതിക്കൊണ്ട് നമ്മൾ കഴിക്കരുത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. BJP-കാർ അങ്ങനെ ഒരു തിട്ടൂരം ഇറക്കിയിട്ട് ഒരു കാര്യമില്ല. അതൊക്കെ കുടിയിൽ പോയി പറഞ്ഞോ, അതായത് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് നമ്മളങ്ങ് പറയും. ഞങ്ങൾ ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിക്കും. ഇപ്പൊ ഷിയാസ് കരീമിന് ബീഫ് കഴിക്കണം തോന്നി ബീഫ് കഴിക്കട്ടെ, പോർക്ക് കഴിക്കണം തോന്നി പോർക്ക് കഴിക്കട്ടെ, അത് അയാളുടെ താല്പര്യമാണ്. അയാൾ പറയുന്നു അയാളുടെ ഖുറാനിൽ കൃത്യമായി എഴുതപ്പെട്ടിട്ടുണ്ട് ഇത് കഴിക്കരുത് എന്നുള്ളത്, അതുകൊണ്ട് അദ്ദേഹം കഴിക്കുന്നില്ല എന്നാ പറയുന്നത്. ഇതുപോലെ ഏത് ഗ്രന്ഥത്തിലാണ് ബീഫ് കഴിക്കരുത് എന്ന് എഴുതിയിട്ടുള്ളത്? എവിടെ എഴുതിയിട്ടില്ല. ഇയാൾ പറഞ്ഞത് പശുമാംസം കഴിക്കുന്നല്ല പറഞ്ഞിട്ടുള്ളത്, ബീഫ് എന്നാ പറഞ്ഞിട്ടുള്ളത്. ഈ ബീഫ് എന്ത് പശുമാംസം എന്തെന്ന് അറിയാത്ത കുറെ ചാണകങ്ങളാണ് കിടന്ന് കരയുന്നത്. പിന്നെ കേസ് കോടതിയിൽ കോശൊക്കെ ചെയ്ത്, പിന്നെ ഞാൻ കൊച്ചിനൊന്നും പിടിച്ചിട്ട് പണിയെടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതുള്ള കാലം വരെയും ഈ കേസ് ഉണ്ടാവും, മനസ്സിലാക്കിയോ? അതെ, ആർക്ക് വേണം വരും. പെണ്ണുങ്ങൾക്ക് ലോയില് മുൻഗണന ഉള്ള കാലം വരെയും ഈ കേസ് തുടർന്നുകൊണ്ടേയിരിക്കും, ഇത് തുടരും. അപ്പോൾ ഒരു കാര്യം ചിന്തിക്കുക, എന്റെ നിലപാടിൽ നിന്ന് ഒരടി അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല മാറ്റം. ഇനി എന്റെ പേരിൽ എന്ത് പ്രശ്നം വന്നാലും, ഇനി ഞാൻ ജയിലിൽ പോകണമെന്ന്, ജയിലാണെങ്കിൽ പറഞ്ഞുള്ളതാണ്, ജയിലിൽ പോകണമെന്നാലും എനിക്ക് കുഴപ്പമില്ല, ഒരു രീതിയിലും മാറ്റമില്ല, അത്രേ ഉള്ളൂ. ജയ് ചിഞ്ചോ, വന്ദേ മാതരം. ഞാൻ പ്രൗഡ് ടു സേ ഐ എം എ ഇന്ത്യൻ. ഇത് എന്റെ ഇന്ത്യയാണ്, എന്റെ ഇന്ത്യ, അത്രേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയാം അത്. ഇനി എന്നെ സുഡാപ്പിയാക്കിയാലും കുഴപ്പമില്ല, എന്നെ ഇനി എന്താക്കിയാലും കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൂ. ഹാപ്പി മൂമെന്റ്. ഷീസ് മൈ സിസ്റ്റർ അനുമോൾ. ഞങ്ങൾ തമ്മിൽ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഒന്നുമില്ല, ഞങ്ങൾ ഒത്തൊരുമയുണ്ട്. ഇവിടെ ഇനി എത്ര വലിയ സംഘപരിവാരം ഒന്ന് മതവിഭജിക്കാൻ നോക്കിയാലും, ഇനി എന്ത് വർഗീയത ഉണ്ടാക്കിയാലും നടക്കൂല. വിരിയും കേരളത്തിൽ താമര ഇതെവിടെ. അത് പൊളിച്ച്. ഇവിടെ നമ്മുടെ രാഷ്ട്രീയം നമുക്ക് വിളിച്ചു പറയാൻ എന്താ ഒരു റൈറ്റും ഇല്ല എന്ന് ചോദിക്കാനുള്ളത്. പല ആളുകളും ഭയം കൊണ്ട് മിണ്ടുന്നില്ല. ഇപ്പൊ അനുമോൾക്കൊന്നും കൃത്യമായിട്ട് പറയാൻ കഴിയില്ല, കാരണം അവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ പല രാഷ്ട്രീയക്കാരുള്ളത് കൊണ്ട് ഒരു ഭയം കൊണ്ടാണ്. പക്ഷെ നിലപാട് എന്നൊരു സാധനം ഉണ്ടല്ലോ, ആ നിലപാടിൽ ഉറച്ചു നിൽക്കുക എന്നൊരു വലിയൊരു കാര്യമാണ്, വലിയൊരു നേട്ടമാണെന്നുള്ളതാണ്. ഞാൻ കാലങ്ങളായിട്ട് സംഘപരിവാറിനെതിരെ സംസാരിക്കുന്ന ആളാണ്, പക്ഷെ അവർ ചെയ്യുന്ന നല്ലതിനൊക്കെ ചൂണ്ടിക്കാണിക്കാറുണ്ട് കേട്ടോ. ചിലപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട്, വല്ലപ്പോഴും സംഭവിക്കുന്നതാണ്, പക്ഷെ അതിനെ ചൂണ്ടിക്കാണിക്കാറുണ്ട്. പക്ഷെ എത്ര കാലങ്ങളായിട്ട് നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ 2014 ശേഷം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ജാതി മത വർണ്ണവർഗ രാഷ്ട്രീയം ഇങ്ങനെ തമ്മി തല്ലിക്കുന്നത് ഇവരെ കൊണ്ട് തന്നെയാന്നുള്ളതാ. ഇവിടെ ഹിന്ദു ആര്, മുസൽമാൻ എന്ന്, ക്രൈസ്തവൻ ആര് എന്ന് ആരും അറിഞ്ഞിരുന്നില്ല, ആരും ചോദിച്ചിരുന്നില്ല, എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് പോയിരുന്നു അല്ലെ. ഇപ്പൊ എന്താ അവസ്ഥ? ഇപ്പൊ കൃത്യമായിട്ട് വിഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ വിഘടനം വേണ്ട ഞങ്ങൾക്ക്, നമുക്കതിന് ആവശ്യമില്ല. ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പൊ എന്റെ വീഡിയോ പരിശോധിച്ചാൽ മനസ്സിലാവും, ക്രൈസ്തവർക്ക്, അടിച്ചമർത്തപ്പെടുന്ന ക്രൈസ്തവർക്ക് വേണ്ടിയിട്ടും അടിച്ചമർത്തപ്പെടുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത്? അങ്ങനത്തെ അവസ്ഥകൾ ഇവിടെ ഉള്ളത് കൊണ്ടാണെന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ആരാണ് അടിച്ചമർത്തുന്നത്? അതിവിടെയുള്ള BJP RSS സംഘടനകളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇത്തരം വൃത്തികേടുകൾ കാണിക്കുന്നത് RSS സംഘടന. അവരുടെ കുറെ സംഘടനകൾ ഉണ്ടല്ലോ, അവരുടെ വാലായിട്ട് നിൽക്കുന്നത് ഇവരൊക്കെ തന്നെയാണെന്നല്ല, ബജ്റാങ്കി അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ ശബ്ദം ഉയർത്തേണ്ടവൻ ഉയർത്തുക തന്നെ വേണം. എനിക്ക് കുറച്ച് ശബ്ദമുണ്ട്, അപ്പൊ ഞാൻ ഉയർത്താതെ മൂലയിൽ ഇരിക്കുന്നത് ശരിയാണോ? പലരും പറയും എനിക്ക് രാഷ്ട്രീയമൊന്നും ഇല്ല കേട്ടോ, ഞാൻ രാഷ്ട്രീയക്കാരനല്ല കേട്ടോ എന്നുള്ളത്. എത്ര വലിയ അപകടമാണെന്ന് നോക്കിയേ. എല്ലാവർക്കും രാഷ്ട്രീയം വേണം, അത് പറയേണ്ടയിടത്ത് പറയുക തന്നെ വേണം. അപ്പുറത്തെ വീട്ടിലെ സുലൈമാന് കേന്ദ്ര ഗവൺമെന്റ് എന്തെങ്കിലും ഒരു ബില്ല് പാസ്സാക്കിയിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ മിണ്ടാതെ തന്നെ ഇരിക്കുകയാണ്. അത് സുലൈമാന്റെ പ്രശ്നമല്ലേ, ഞാൻ എന്തിനാ മിണ്ടാതിരിക്കുന്നത്? വ്യത്യാസം ക്രൈസ്തവന്, തൊട്ടപ്പുറത്തുള്ള ജോർജിന് ക്രൈസ്തവർക്കെതിരെ ഒരു ബില്ല് ഇറക്കിന്ന് കൂട്ടുക, അപ്പോഴും ഞാൻ അതെ ആ ഹിന്ദുവാണ്, ഞാൻ എന്തിനാണ് അവരുടെ പ്രശ്നത്തിൽ ഇടപെടുന്നത് എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോ നാളെ നിനക്ക് തന്നെ ഇവരൊരു പണി തരും, മനുസ്മൃതി എന്ന പണി. മനുസ്മൃതിയില് ആരണറ്റ് മുകളിൽ നിൽക്കുന്നത് ബ്രാഹ്മണരാണ്, അതിന് താഴെ നിൽക്കുന്ന എല്ലാവരും, അതാണ് ഞാൻ പറയുന്നില്ല, വാക്കുപയോഗിക്കുന്നില്ല. അപ്പൊ ഒന്ന് മനസ്സിലാക്കുക, നമ്മൾക്ക് എല്ലാവരും വേണം, നമ്മളിൽ എല്ലാവരും ഉണ്ട്, പക്ഷെ നമ്മളെല്ലാവരും ഒന്നാണ്. അത് ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകണം. അത് വേർതിരിവ് കാണിക്കുന്നത് ശരിയല്ല, വിഘടിപ്പിക്കുന്നത് ശരിയല്ല. അത് ബ്രിട്ടീഷുകാർ പണ്ട് ഇവിടെ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യമാണ്. വിഘടിപ്പിച്ചിട്ട് നമ്മളെ തമ്മി തല്ലിപ്പിച്ചിട്ട് ഭരണം പിടിച്ചെടുത്തത്.
ചെന്നായ്ക്കുള്ള സ്വഭാവം അതൊന്നും ഇവിടെ കാണിക്കാൻ നമ്മൾ സമ്മതിക്കരുത്. അതിനെന്താ ചെയ്യേണ്ടത്? എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതാ. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചുകൂടെ? ബീഫ് കഴിക്കണം, പോർക്ക് കഴിക്കണം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം നമുക്ക്. ഇതൊക്കെ തടുക്കാൻ ആരാ വരുന്നത്? എന്തിനാ വരുന്നത്? ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ നോർത്ത് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഇപ്പൊ പശുവിന്റെ പേരും പറഞ്ഞിട്ട് തല്ലി കൊന്നിട്ടുണ്ടാവും. ഏതെങ്കിലും മുസൽമാനെ ചിലപ്പോൾ ക്രൈസ്തവനെ ചിലപ്പോൾ കൊന്നിട്ടുണ്ടാവുക, ചിലപ്പോൾ അല്ല ദളിതനായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മളൊക്കെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എന്റെ പൊന്നു മക്കളെ. ഷിയാസ് കരീം തമാശ രൂപേണ സംഘികൾക്ക് ഒരു കൊട്ട് കൊടുത്തതാണ്. അനുമോൾ അതാ സ്റ്റോറി ഇട്ടിരിക്കുന്നു ബീഫ് കഴിക്കുന്നത്. ഇനി നിങ്ങൾ തന്നെ പറയാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടോ. ഞാൻ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കും, നിങ്ങൾ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, അത്ര തന്നെ. നമ്മുടെ മതം അത് നമ്മളിൽ ഒതുങ്ങട്ടെ, മറ്റുള്ള ആളുകളെ കൊണ്ടുപോയിട്ട് പൂഴ്ത്താൻ നിൽക്കരുത്, അവരതിൽ കുളിപ്പിക്കാൻ നിൽക്കരുത്, അത്രേ ഉള്ളൂ എന്ന സന്തോഷത്തോടു കൂടി പോവാ. 2014 ശേഷം നിങ്ങൾ ഈ വാർത്ത ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അതിന് മുന്നേ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എവിടെയെങ്കിലും എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏറ്റവും അപകടം പിടിച്ച രീതിയിലേക്ക് നമ്മുടെ നാട് മാറിയത്, ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്നത് BJP അധികാരത്തിൽ വന്നത് കൊണ്ട് തന്നെയാണ്. ഇവർക്ക് വികസനം പറഞ്ഞ് സംസാരിക്കാനൊന്നുമില്ല. ഇവർക്ക് സംസാരിക്കാനുള്ളത് വർഗീയത പറഞ്ഞിട്ടാണ്. ഞാൻ എന്ത് പറയാനാ? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറ. വീണ്ടും വരാം പുതിയ വാർത്താവിശേഷങ്ങളുമായി. അതൊരു സന്ദീപ് എടപ്പാൾ. ഹാപ്പി വിഷു.